ചേച്ചിയെ കണ്ടിട്ട്. ചേച്ചി കുറച്ച് നന്നായിട്ടുണ്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ, ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തൊക്കെ പിന്നെയാവാം. നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിലൽപ്പം കുഴഞ്ഞ കേസാ. ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതമൊന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചങ്ങ് കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ ഇവിടം വരെയായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണുപ്പൻ. ആനിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം അറിയും. ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। ओ दुनिया के रखवाले, 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 रखवाले। അപ്പോഴേ പാട്ടുകാരൻ ചേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, വാതറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടൻ വയറ്റിൽ കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിന്റെ ചോ സാറും പ്രവൃത്തിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. തടിയൊന്ന് പോരട്ടെ. കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന്റെ വീട് ഇതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്റെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസിച്ചവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം.
അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വേണ്ട, പകൽ വന്നാൽ മതി. ഇതേ സാർ വേള ഇത് ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മരം മോഷ്ടിച്ചുകൊണ്ടു പറ്റും സാർ. ആ. എന്താ? ആ ടവലൊന്നും എടുത്തരാം. എന്താ എന്തായി കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞ് കാർ അപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്താ രവിയേട്ട ഇങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. ഏയ് ഉം. എന്താ ഉം. ഇന്നിതെന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ. അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നത്. ദേ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ടാ, എന്താണ് കുഴപ്പം? ദേ, എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം. പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവിയേട്ടൻ അറിയാമല്ലോ. പറയൂ. ഞാൻ പറയാം, പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ്. ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ട, പറയൂ രവിയേട്ട. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി ബാത്റൂം. പ്രഭ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രവിക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? എനിക്കറിയില്ല അമ്മന. ബാബുമോന് അച്ഛനെ കാണണമെന്ന് പറയാറില്ലേ? ഇല്ല, അയാളെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ പേടിച്ച് അവനിപ്പോൾ അക്കാര്യം ചോദിക്കാറേ ഇല്ല. പ്രഭേ,
ഞാനിവിടെ ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ അവനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ ആഗ്രഹിച്ചൊന്നുമല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ഒരു അമ്മാവന്റെ മകനുണ്ട്, നടരാജൻ. ചെറുപ്പത്തിലെ നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫർ എഴുതി കൊടുത്തത്. കിട്ടിയത് ഇവിടെയും. അയാൾ ഞാൻ എന്തിനു ശല്യപ്പെടുത്തുന്നു എനിക്കറിയില്ല. അയാൾക്ക് എന്നെ വേണം. എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, സാഡിസ്റ്റ്. ചെറുപ്പത്തിൽ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ ഹോബി. ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാക്ഷസൻ. ഏതായാലും ഇനി അയാളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചവനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങളെ ഒന്നാക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇന്നും ഭീമാപ്പള്ളി ബീവിയോട് ദുആ ചെയ്യാറുണ്ട്. എന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ കിടക്കാൻ? സമയം ഉണ്ടായിട്ട് വന്നതല്ല. പ്രഭയ്ക്ക് ഈ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോ താമസ സൗകര്യങ്ങളൊക്കെ ശരിപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടി വന്നതാ. ആ ഈ വയസ്സുകാലത്തും അവളുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം. 3-4 വയസ്സായൊരു മോനെയും കൊണ്ട് അവൾ എങ്ങനെയാ ഹോസ്റ്റലിൽ താമസിക്കുക? ഭാഗ്യത്തിന് ആശുപത്രിക്ക് അടുത്തൊരു വീട് കിട്ടി. ആ ഗൾഫുകാരന്റെ ഭാര്യ ആമിന സിസ്റ്റർ, അവരുടെ കൂടെ ആ പ്രഭയും ബാബുമോനും താമസം. സ്വന്തം വീട് ഇവിടെ ഉള്ളപ്പോൾ വാടക വീട് അന്വേഷിച്ച് അലയേണ്ടി വരിക. ആ എല്ലാം ആ പാവം പ്രഭയുടെ തലയിലെഴുത്ത്. തനിക്ക് മോനെ കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഈ പിടിവാശി കളഞ്ഞില്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പ്രഭ വിളിക്കുന്നത് കേട്ട് ശങ്കുച്ചിറ്റപ്പാന്നാ ബാബുമോനും വിളിക്കുന്നത്. തനിക്ക് അവളെ വിളിച്ചോണ്ടെന്നൂടെ? ശങ്കുച്ചിറ്റപ്പൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷമൊന്നുമില്ല. അവനവന്റെ വീട്ടിലെ സുഖം അന്വേഷിക്കാത്തവനാ മറ്റുള്ളവരുടെ വിശേഷം അന്വേഷിക്കുന്നു. ഇവളുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ? ഹോസ്പിറ്റലിൽ ഒരു പുതിയ ENT സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് ആ അവളുടെ പേരുടെ ഡോക്ടറാ. ചികിത്സിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ അങ്ങ് നിർത്തി. ഇപ്പൊ മുക്കിനല്ലേ പാരലൽ കോളേജും ട്യൂട്ടോറിയൽ കോളേജും ചപ്പും ചവറും ഒക്കെ. ഇപ്പൊ പോസ്റ്റൽ ട്യൂഷന്. ഹോസ്റ്റൽ ട്യൂഷനോ? അതെ, 6 മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം. ഇപ്പൊ തന്നെ യോഗാഭ്യാസം, മാജിക്, ഡാൻസ്, കഥകളി, ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം. യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയോ? ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം, ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയി ഒന്ന് തൊണ്ട കയറണ്ട. രണ്ടാമത് അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കണ്ട. ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാൽ മതി. പരമസുഖം. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ഏതായാലും ശങ്കുച്ചിറ്റമ്മന്റെ പരിപാടി കൊള്ളാം. ഇപ്പോ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാൻ ഇട്ടിരിക്കുക. അതെന്താ? നീന്തൽ. ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്റെ രവി, കള്ളനോട്ടടിയേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്നറിയാമോ? ട്യൂട്ടോറിയൽ കോളേജ്. അതിനേക്കാൾ ലാഭകരമാണ് പോസ്റ്റൽ ട്യൂഷൻ. ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്റലിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യാം. വേറൊരു ഗുമസ്തന്റെ പണി. ആ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം. ഞാൻ വരട്ടെ. മോളെ, ഞാൻ ഇറങ്ങുന്നു. എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ ഞാനും. പക്ഷെ ആമിന, അത് നിങ്ങളെപ്പോലെ പിണങ്ങിയിട്ടല്ല, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. എണ്ണപ്പണത്തിന്റെ നാട്ടിൽ എരിപൊരി വെയിലത്ത് എന്റെ കെട്ടിയവൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ? എന്റെ സുഖത്തിന്, എന്റെ സന്തോഷത്തിന്. ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കൊതിക്കുന്നത്. നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നെപ്പോലും മറന്ന്
ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ ഞാനില്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണുടച്ച് വിശ്വസിച്ചെന്തിനാ? അതുകൊണ്ടാ കുഴപ്പമെല്ലാം പറ്റിയത്. എന്തായാലും നടന്നു. പ്രഭേ, പുരുഷന് കീഴടക്കേണ്ടത് പിടിവാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് തന്നെയാണ്. കുറെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ്. എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. വയ്യ, ഇനി അയാളോടൊത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുമോന്റെ ജീവിതം കൂടിയാണ്. എന്റെ മോനെ ഞാൻ വളർത്തും. എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? സിന്ധുമോളോടും ഗോപനോടും എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ടും എനിക്ക് കഴിഞ്ഞില്ല. പ്രഭേ, തുറന്നു ചോദിക്കാണ്, നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മനെ, ഒരിക്കലും ഞാൻ അതേക്കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും രവിയോട് സ്നേഹമുണ്ടല്ലേ? ആ പ്രഭേ, ബാബുമോന്റെ നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്.